Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. A random variable x takes the values -3, -2, -1, 0, 1, 2, 3 such that probability of x equal to 0 equal to probability of x greater than 0 equal to probability x less than 0 and probability of x is equal to -3 equal to probability of x is equal to -2, probability of x is equal to -1 equal to probability of x is equal to 1, probability of x is equal to 2 equal to probability of x is equal to 3. Obtain the probability distribution and the distribution function of x. കണ്ടുപിടിക്കുക. ഇവിടെ x ന്റെ വാല്യൂസ് x takes the values -3, -2, -1, 0, 1, 2, 3. നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി f of x കണ്ടുപിടിക്കണം. f of x അല്ലെങ്കിൽ p of x കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? Given probability of x is equal to 0 equal to probability of x greater than 0 equal to probability of x less than 0. ഇത് നമുക്ക് തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ x equal to 0 എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ ആണ്. x less than 0 എന്ന് പറഞ്ഞാൽ -3, -2, -1. x greater than 0 എന്ന് പറഞ്ഞാൽ 1, 2, 3. x less than 0 എന്ന് പറഞ്ഞാൽ -3, -2, -1. അപ്പോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് probability of x equal to 0 plus probability of x greater than 0 plus probability of x less than 0 is equal to എന്താണ്? 1 ആണ്. ഇവിടെ probability of x equal to 0 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? probability of x equal to 0. ഇതിന് പകരം x equal to 0 കൊടുക്കാം, ഇതിന് പകരം നമുക്ക് probability of x equal to 0. കാരണം x greater than 0 എന്ന് പറഞ്ഞാൽ that is equal to x equal to 0 ആണ്. Probability x equal to 0 എന്ന് പറഞ്ഞാൽ equal to probability x greater than 0 ആണ്. Probability x greater than 0 എന്ന് പറഞ്ഞാൽ probability x less than 0 ആണ്. അപ്പൊ x greater than 0 ക്ക് പകരം എന്ത് കൊടുത്തു? x equal to 0 കൊടുത്തു. ഇതിന് പകരം x equal to 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 into probability of x is equal to 0 എന്നുള്ളത് 1 കിട്ടും. അപ്പൊ probability of x equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3. 1/3 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 3/9 എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു പ്രോബബിലിറ്റി നമുക്ക് എന്ത് എഴുതി? 3/9. x equal to 0 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്താണ്? പ്രോബബിലിറ്റി എന്താണ്? 3/9. അപ്പൊ 3 കൊണ്ട് മുകളിൽ താഴെ വിളിച്ച് 3/9. അപ്പൊ നമുക്ക് x equal to 0 ആകുമ്പോഴുള്ള p of x കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? -3, -2, -1 കേസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് x greater than 0 എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് x equal to 0 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? 3/9 ആണ്. പ്രോബബിലിറ്റി ഓഫ് x greater than 0 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പ്രോബബിലിറ്റി ഓഫ് 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 3. x equal to 1, x equal to 2, x equal to 3. That is equal to 3/9. So probability of 1 plus probability of 2 plus probability of 3. ഇത് മൂന്നും തുല്യമാണ്. So probability of 1 plus probability of 2, ഇവിടെ നമുക്ക് 1 എന്ന് എഴുതാം, ഇവിടെ നമുക്ക് 1 എന്ന് എഴുതാം. That is equal to 3/9. അപ്പോൾ 3 into p of 1 is equal to എന്ത് വരും? 3/9. അപ്പോൾ probability of 1 എത്ര വരും? 3 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/9 വരും. അപ്പോൾ probability of 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/9 ആണ്. probability of 2 എത്രയാണ്? അതും 1/9 ആണ്. probability of 3 എത്രയാണ്? അതും 1/9. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 വരുമ്പോഴുള്ള പ്രോബബിലിറ്റി 1/9 കിട്ടി, 2 വരുമ്പോഴുള്ള പ്രോബബിലിറ്റി 1/9 കിട്ടി, 3 വരുമ്പോഴുള്ള പ്രോബബിലിറ്റി 1/9 കിട്ടി. ഇതെങ്ങനെയാണ് കിട്ടിയത്? പ്രോബബിലിറ്റി ഓഫ് x greater than 0 is equal to probability of x equal to 0. പ്രോബബിലിറ്റി ഓഫ് x 0 ഇപ്പൊ കണ്ടുപിടിച്ചു, 3/9 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x greater than 0 ൽ ഏതൊക്കെ വരും? പ്രോബബിലിറ്റി ഓഫ് x equal to 1 വരും, x equal to 2 വരും, x equal to 3 വരും. That is equal to 3/9. ഇത് മൂന്നും പ്രോബബിലിറ്റി ഓഫ് 1 is equal to probability p of 2 ന് വരും, p of 1 എന്ന് എഴുതാം, p of 3 ക്ക് വരും, p of 1. കാരണം ഇതെല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ട് p of 1 plus p of 1 plus p of 1 equal 3/9. 3 into 3 times p of 1 equal 3/9. p of 1 is equal to 1/9. Therefore p of 1 1/9 ആണെങ്കിൽ p of 2 1/9 ആണ്, p of 3 ഉം 1/9. ഇത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x less than 0. അടുത്ത പ്രോബബിലിറ്റി ഓഫ് x less than 0. Probability of x less than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? That is probability of x equal to 0 ആണ്. That is equal to എത്രയാണ്? 3/9 ആണ്.
എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് -3 വരും, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് -2 വരും, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/9. ഇവിടെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് -3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് -3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് -3, ഇത് മൂന്നും തുല്യമാണ് 3/9. That is 3 times probability of -3 is equal to 3/9 വരും. Probability of -3 സമയത്ത് കിട്ടുന്നത് probability of -3 is equal to 1/9. അപ്പോൾ ഇവിടെ നമുക്ക് 1/9 കിട്ടി, ഇവിടെ നമുക്ക് 1/9 കിട്ടി, ഇവിടെ നമുക്ക് 1/9. രണ്ടാമത്തെ കേസിൽ probability of x less than 0 is equal to probability of x equal to 0. Probability of x equal to 0 നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 3/9. Probability of x less than 0 x equal to -3 വരാം, x equal to -2 വരാം, x is equal to -1 വരാം. അപ്പോൾ ഇത് മൂന്നും നമ്മൾ കൂട്ടിയെടുക്കുക. Probability of x -3 plus probability of x -2 plus probability of -1, that is equal to 3/9. ഇനി -2 എന്ന് പറയുന്നത് -3 തന്നെയാണ്. ഇത് മൂന്ന് കേസിലും തുല്യമാണ്. അപ്പോൾ probability of -3 probability of -3 probability of -3 is equal to 3/9. 3 times probability of -3 equal to 3/9, probability of -3 equal to 1/9. Therefore നമുക്ക് probability of -3 1/9 ആണെങ്കിൽ ഇതും 1/9 ആണ്, ഇത് 1/9. ഇതെല്ലാം കൂട്ടി വെച്ച് 1 2 3 3 6 3 9 9 9. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാനായിട്ട് എന്ത് ചെയ്യുക? അതായത് ആദ്യത്തെ വാല്യൂ 1/9, രണ്ടാമത്തെ വാല്യൂ എന്ത് എഴുതാം? ഇത് കൂട്ടി എഴുതുമ്പോൾ 2/9. അടുത്ത വാല്യൂ എന്താണ്? ഇത് കൂട്ടി എഴുതുമ്പോൾ 3/9 വരും. അടുത്ത് 6/9 വരും. അടുത്ത 7/9 വരും. ഇത് 8/9 വരും. അവസാനം 9/9 1. ഇതാണ് നമ്മുടെ ഈ ടേബിളില് എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? -3 -2 -1 0 1 2 3. ഇതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്താണ്? എക്സ് -3 ആകുമ്പോൾ 1/9, -2 ആകുമ്പോൾ 1/9, -1/1/9, 0 ആകുമ്പോൾ 3/9, 1 ആകുമ്പോൾ 1/9, 2 ആകുമ്പോൾ 1/9, 3 ആകുമ്പോൾ 1/9. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? 1/9. അടുത്ത കൂട്ട 2/9, അടുത്തത് കൂട്ട 3/9, then 6/9, 7/9, 8/9. അപ്പൊ നമുക്ക് അവസാനം എന്താ ആൻസർ കിട്ടി? ഇതാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ കണ്ടീഷൻ ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0, പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ 0, പ്രോബിലിറ്റി എക്സ് ആൻഡ് ലെസ് ദാൻ 0, ഇത് മൂന്ന് ഈക്വൽ ആണ്. അപ്പൊ ആദ്യം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0 നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടും. അപ്പോൾ ഇതിന് മൂന്നിന് പകരം നമ്മൾ പ്രോബിലിറ്റി എക്സ് ഈക്വൽ 0 എഴുതി കഴിഞ്ഞാൽ 3 ടൈംസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0 എന്നുള്ളത് 1 കിട്ടും. ആ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0 എന്നുള്ളത് 1/3. അത് ഒരെണ്ണം 1/3 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എക്സ് ലെസ് ദാൻ 0യിലും എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? ഇവിടെ -3 വരും 1/9 വരും, ഇത് 1/9 വരും, 1/9 വരും. അതുപോലെ അടുത്ത കേസും ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ഇത് മെയ് 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവർക്കും നോട്ട് ചെയ്ത് കൊടുത്തോളൂ.